എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇറാൻ യുദ്ധം അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. ക്രൂഡ് പ്രൈസ് എല്ലാം തന്നെ $100 പെർ ബാരൽ എന്ന നിലയിലേക്ക് സ്പൈക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസം റെഡ് സീയിൽ സൗദി ഷിപ്പിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. പിന്നീട് പല ഷിപ്പുകളും ആക്രമണം നടത്തി. ഇതിനെ തുടർന്ന് അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം അതിശക്തമായിട്ട് തുടരുന്നുണ്ട്. ഇറാനും തിരിച്ച് അടിക്കുന്നുണ്ട്. ഇതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യയിൽ സ്ഥിതി നിയന്ത്രണം വിട്ടേക്കാമെന്നാണ് UNAയുടെ റിപ്പോർട്ട്. ഇതിനിടെ അമേരിക്കയിൽ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതായത് ഇറാനെതിരെ സൈനിക നടപടികൾ തുടരാൻ കോൺഗ്രസിൻ്റെ അനുമതി വേണമെന്നുള്ള US പ്രതിനിധി സഭ പാസാക്കിയെങ്കിലും സെനറ്റിൽ അത് തടയപ്പെട്ടിട്ടുണ്ട്. അതായത് യുദ്ധത്തിൻ്റെ ദൈർഘ്യവും അതിൻ്റെ ചെലവും കൂടുന്നതിനെ സംബന്ധിച്ച് US നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇത് പെട്ടെന്ന് തീർക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ആക്രമണം ശക്തമായേക്കാം. പല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. യു-ടേണും ആവാനും സാധ്യതയുണ്ട്. യുദ്ധമാണ്, പല സമയങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു യു-ടേൺ ആയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇന്ന് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ US വിക്സ് സ്പൈക്ക് ചെയ്തു, 11% സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്കും ഡോയിലും വലിയൊരു ഇടിവുണ്ടായി. യൂറോപ്യൻ മാർക്കറ്റിലും വലിയൊരു ഇടിവുണ്ടായി. കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 2%, കൊറിയ 3% ഇടിവുണ്ട്. ഡോയും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഇപ്പോൾ ഫ്ലാറ്റാണ്. നിഫ്റ്റി കാണാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 23,668 എന്ന നിലയിലാണ്. ബ്രൻഡുവിൽ കാണാം $100 ആയിട്ടുണ്ട്. ബിറ്റ്കോയിന് എന്നാൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉള്ളത്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡും 4,050 ആയിട്ടുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഉള്ളത്. ബിറ്റ്കോയിനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പല സമയങ്ങളിലും നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബിറ്റ്കോയിൽ ട്രേഡ് ചെയ്യാം. അതും ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം ബിറ്റ്കോയിനിലെ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ടുള്ള ട്രേഡിൻ്റെ അബ്സല്യൂട്ട്ലി ഫ്രീ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. താല്പര്യമുള്ള ആളുകൾക്ക് ഫില്ല് ചെയ്യാം. ഇനി നേരെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും പരിശോധിക്കാം. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളും പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ PCR എല്ലാം തന്നെ വലിയ തോതിൽ കോൾ റൈറ്റിംഗ് ആണ് ഉള്ളത്. 0.6 ആണ് PCR ഉള്ളത്. സ്പോട്ട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ട്രൈക്കുകളിലും സിവിയർ ആയിട്ടുള്ള ഒരു കോൾ റൈറ്റിംഗ് കാണുന്നുണ്ട്. സപ്പോർട്ടായിട്ട് അസഫ്നോ ഉള്ളത് 23,500 എന്ന നിലയിലാണ്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും NTPC, ടാറ്റ കൺസ്യൂമർ, SBI ലൈഫ്, ബാങ്ക് ഓഫ് ബറോഡ, ശ്രീരാം ഫിനാൻസ്, ജിൻഡാൽ സ്റ്റീൽ, CG പവർ, കോൺഗോർ, SBI കാർഡ്, ഡാൽമിയ ഭാരത്, ഡോക്ടർ ലാൽപത്, ലോറസ് ലാബ്, കേഫിൻ ടെക്, ACC, അതുൽ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ആളുകൾക്ക് ന്യൂസ് കിട്ടാനായിട്ട് ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. പല കമ്പനികളുടെ ന്യൂസ് എന്നാണ്, കമ്പനികളുടെ റിസൾട്ട് എന്നാണ് എന്നുള്ള ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ചാനൽ ആളുകളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകളാണ്, നിങ്ങളുടെ ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം ഇൻഡിഗോയാണ്. ഇൻഡിഗോ ഇത്തവണ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. 238 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 2,000 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനിയായിരുന്നു. ഇൻഫോസിസ് നെറ്റ് പ്രോഫിറ്റിൽ 12% വർധനവ് അവർ രേഖപ്പെടുത്തി. മീഷോ ഈ തവണ ലോസ് ആണെങ്കിൽ കൂടിയും ലോസ് കുറച്ച് കൊണ്ടുവന്നു. കഴിഞ്ഞ തവണ 289 കോടി രൂപ ലോസ്, ഈ തവണ 132 കോടി രൂപ ലോസ്. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് 114% ഇയർ-ഓൺ-ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ഓറിയൻറ്റ് സിമെൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 62% ഇയർ-ഓൺ-ഇയർ നെറ്റ് പ്രോഫിറ്റിൽ ഇടിവുണ്ടാക്കി. റെയിൽടെയിൽ കമ്പനി ഇവർക്ക് 332 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മോത്തിലാൽ ഒസ്വാൽ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 14% വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. CND കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 90% വർധനവ് ഉണ്ടാക്കി. സോന BLV കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 46% ഇയർ-ഓൺ-ഇയറിൽ വർധനവുണ്ടാക്കി. ഇൻഡിഗോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 382 കോടി രൂപയിൽ ലോസ് ഉണ്ടാക്കി. തൈറോ കെയർ കമ്പനി
നെറ്റ് പ്രോഫിറ്റ് 38 നിന്ന് 52 കോടി രൂപയിലേക്ക് ഉയർന്നു. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 32 നിന്ന് 41 കോടി രൂപയിലേക്ക് ഉയർന്നു. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്ക് 132 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് 35 നിന്ന് 75 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റൂട്ട് മൊബൈൽ നെറ്റ് പ്രോഫിറ്റ് 53 നിന്ന് 62 പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ ബിറ്റ് കോയിൻ്റെ കോഴ്സ് ആവശ്യമുള്ള ആളുകൾ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വൈകിട്ട് കാണാം. താങ്ക് യു.